ഞാൻ പറയണത് നമുക്കൊരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാകും, ചെറുതും വലുതായിട്ടുള്ള ഗ്രൂപ്പുകൾ. നമ്മളും വൈഫും മാത്രമുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവാറ്, സംസാരങ്ങൾ ഉണ്ടാവാറ്, അതെന്താ ചെയ്യാൻ മറന്നു, ഇത് ചെയ്തില്ല, അത് വാങ്ങിയില്ല, ഇങ്ങനെ കുറേ ഇഷ്യൂസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ടു ഡു ലിസ്റ്റ് അതിലിടാൻ പറ്റും. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ. അങ്ങനെ ഒരാഴ്ച നമുക്ക് ചെയ്യാനുള്ള പ്ലാനുകൾ, ഒരു മാസത്തെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പോൾ വെച്ചിട്ട് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കിടുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്സ്പെൻസ്, കടങ്ങൾ എല്ലാം ഇതിൽ പറ്റും. ഒരു രേഖയായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നൊരു സാധനം. അതുപോലെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എഴുതാം, ലൈഫിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതിൽ എഴുതാം. അതിനൊക്കെ പറ്റുന്ന ഒരു സൂപ്പറായിട്ട് ഓർമ്മിപ്പിക്കാനും പറ്റുന്നൊരു സാധനമാണ് എന്ത്, ഈ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മളും വൈഫും മാത്രമല്ല. അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ്. ഇത് ചെയ്ത ആളുകളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് രസകരമായിട്ട് പറയുന്നുണ്ട്. സംഭവം സിമ്പിളാണെങ്കിലും ആളുകൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഇത്തരം വളരെ സിമ്പിളായ ടെക്നിക്സുകളുണ്ട്.